ഹായ് ഓൾ, വെൽക്കം ടു അവർ ന്യൂ സെഷൻ. നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് ഇനി വെറും 28 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പം അവസാനഘട്ട തയ്യാറെടുപ്പുകൾ എങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പരീക്ഷ അടുക്കും തോറും തന്നെ സ്റ്റുഡൻസിന് വല്ലാതെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉള്ള സമയമാണ്. അതിപ്പോ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിലും പ്രിപ്പറേഷൻ അത്രയും എഫക്റ്റീവ് ആയിട്ട് ചെയ്യാത്തവരായാലും എല്ലാ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം എക്സാം അടുക്കും തോറും വളരെ ടെൻഷൻ കൂടുതലുള്ള സമയമായിരിക്കും. അപ്പം നമ്മുടെ തന്നെ കോഴ്സ് എടുത്തതും നമ്മുടെ യൂട്യൂബ് സ്റ്റുഡൻസിന്റെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് പഠിക്കാം എന്നതിനെ പറ്റിയാണ് നമ്മൾ മെയിൻലി ഇന്ന് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. നമ്മൾ ഇപ്പം നല്ല രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ആകെ 28 ദിവസമേ ഉള്ളൂ. ഇനിയുള്ള സമയം എന്ന് പറയുന്നത് എഫക്റ്റീവ് ആയിട്ട് റിവിഷൻ നടത്തേണ്ട സമയമാണ്. അതായത് അവർ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് പഠിച്ച എല്ലാ സബ്ജക്റ്റും തന്നെ റിവൈസ് ചെയ്യേണ്ട സമയമാണ്. അപ്പൊ ഇത്രയും നാൾ കൊണ്ട് അവർ പ്രിപ്പയർ ചെയ്ത പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരുന്നു. അപ്പൊ അതൊക്കെ ബേസ് ചെയ്ത് സ്മാർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കാണുമല്ലോ. അപ്പൊ ആ സ്മാർട്ട് നോട്ട്സുകൾ റിവൈസ് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് അതായത് അവർക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് അവരുടെ മിസ്സിംഗ് ഏരിയാസ് എന്ന് അവർക്ക് മനസ്സിലാവും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ ഏരിയ ആണ് കുറച്ചും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കേണ്ടത് എന്നതിനെ പറ്റി അവർക്ക് നല്ല രീതിയിലുള്ള ഐഡിയ കിട്ടും. അപ്പം കൂടുതലും മോക്ക് ടെസ്റ്റ് പരിശീലിക്കേണ്ട സമയമാണ് ഇപ്പൊ വരുന്നത്. ഈ മോക്ക് ടെസ്റ്റുകൾ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മാതൃകാ പരീക്ഷകൾ പർച്ചേസ് ചെയ്ത് അവർ പഠിച്ച് അവരുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കി മൊത്തത്തിൽ പ്രിപ്പറേഷന്റെ മിസ്സിംഗ് ഏരിയാസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് അത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതുവരെ സ്മാർട്ട് നോട്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്യാത്ത എങ്ങനെ മാതൃകാ പരീക്ഷകൾ എങ്ങനെ അറ്റൻഡ് ചെയ്യാം ഇതിനെപ്പറ്റി ഒരു പ്ലാനും ഇല്ലാത്ത കുറച്ച് സ്റ്റുഡൻസ് കാണും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് ചെയ്യും, ഇനി എങ്ങനെ ഈ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ പഠിക്കാൻ പറ്റും, അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഏതർ അവർ ഈ സ്മാർട്ട് നോട്ട്സ് നല്ല രീതിയിൽ പഠിച്ച ഫ്രണ്ട്സിന്റെ നിന്ന് കളക്ട് ചെയ്ത് കമ്പൈൻ സ്റ്റഡി ചെയ്യുക. ഇതിനുള്ള സാഹചര്യം ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്മാർട്ട് നോട്ടുകൾ മാതൃകാ പരീക്ഷയുള്ള പാക്കേജ് പർച്ചേസ് ചെയ്യുക, എന്നിട്ട് അത് പരിശീലിക്കുക. അതിനുശേഷം ഇതെങ്ങനെ ഈ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഈ ഒരു 28 ദിവസം കൊണ്ട് അത് എങ്ങനെ കവർ ചെയ്യാം, എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് കവർ ചെയ്യാം എന്നുള്ളതിന് ഒരു പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഈ ഒരു സിലബസിൽ 5 ഡിഫറെന്റ് മൊഡ്യൂൾസ് ആണുള്ളത്. ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി, വെറ്റിനറി സയൻസ്, ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസ്, മൈക്രോബയോളജിക്കൽ, ബയോടെക്നോളജിക്കൽ ആൻഡ് മെഡിക്കൽ ആസ്പെക്ട്സ്. ഓരോ മൊഡ്യൂളും 20 മാർക്ക് വീതമാണ്. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ മൊഡ്യൂളും 2 ദിവസം കൊണ്ട് സ്മാർട്ട് നോട്ട്സ് നമ്മൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്മാർട്ട് നോട്ട്സ് പർച്ചേസ് ചെയ്യും, എന്നിട്ട് അത് റിവൈസ് ചെയ്യും. ഇനി നമ്മൾ ടെക്സ്റ്റ് എടുത്ത് വായിച്ച് ആദ്യം മുതലേ പഠിക്കാനുള്ള സമയം നമ്മുടെ മുന്നിലില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബൂസ്റ്റർ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് ഫുൾ സിലബസിന്റെ നോട്ട്സ് പഠിക്കുക. അതായത് ആദ്യം ഇപ്പൊ നമ്മൾ 5 മൊഡ്യൂൾ ആണുള്ളത്. ഓരോ മൊഡ്യൂളും 2 ദിവസം കൊണ്ട് മൊത്തത്തിൽ വായിച്ചൊന്ന് റിവൈസ് ചെയ്യുക. പിന്നെ ഒരു ദിവസം അതിന്റെ ടോപ്പിക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. പിന്നെ അങ്ങനെ വരുമ്പോൾ മൊത്തത്തിൽ നമുക്ക് 5 മൊഡ്യൂൾ ആണ് ഉള്ളത്. ഓരോന്നിനും 3 ദിവസം വീതം, 2 ദിവസം അത് റിവൈസ് ചെയ്യാനും 1 ദിവസം എക്സാം അറ്റൻഡ് ചെയ്യാനും. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു 5 മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടത് 15 ദിവസം എടുക്കും കംപ്ലീറ്റ് ചെയ്യാൻ. ബാക്കിയുള്ള 10 ദിവസത്തിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു 20ഓളം അറ്റ്ലീസ്റ്റ് ഒരു 20 മോഡൽ എക്സാമിലെങ്കിലും അറ്റൻഡ് ചെയ്യുക. അതായത് ദിവസം 2 മോഡൽ എക്സാം വീതം 10 ദിവസം കൊണ്ട് 20 മോഡൽ എക്സാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ബാക്കി വരുന്ന 3 ദിവസം നമ്മുടെ പ്രിപ്പറേഷനിൽ ഇപ്പൊ നമ്മൾ ഈ ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റ് വരുന്ന ഏരിയ, നമ്മുടെ മിസ്സിംഗ് ഏരിയാസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഗ്യാപ്പ് കണ്ടെത്തി ആ പോർഷനും മൊത്തത്തിലുള്ള ഓവറോൾ റിവിഷനും ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുവരെ പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്യാത്തവർക്കും നമ്മുടെ ടെക് PSC ഒരു ബൂസ്റ്റ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറയാം. ബൂസ്റ്റ് പാക്കേജിൽ നമ്മൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് നോട്ട്സ്, ക്യാപ്സ്യൂൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. അതുകൂടാതെ ടോപ്പിക് വൈസ് എക്സാമുകളുണ്ട്. ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള 20 മാതൃകാ പരീക്ഷയുണ്ട്. കോഴ്സിന്റെ വാലിഡിറ്റി വരുന്ന അപ് ടു എക്സാം ആണ്. കോഴ്സിന്റെ ഫീസ് 699 രൂപ. അതെല്ലാം വെറും മോക്ക് ടെസ്റ്റ് സീരീസ് ആവശ്യമായിട്ടുള്ളവർക്ക് വേണ്ടി നമ്മൾ കംപ്ലീറ്റ് സിലബസിന്റെ 20 മാതൃകാ പരീക്ഷയും ടോപ്പിക് വൈസ് എക്സാമുകളും മോഡൽ എക്സാമുകളും അവൈലബിൾ ആണ്. കോഴ്സിന്റെ ഫീസ് വരുന്നത് 399 ആണ്. ഇനി കംപ്ലീറ്റ് കോഴ്സ് നിങ്ങൾക്ക് 999 രൂപയ്ക്ക് അവൈലബിൾ ആണ്. കംപ്ലീറ്റ് കോഴ്സിൽ ഫുൾ സിലബസ് കവറേജ് ഉണ്ട്. 5000 ടോപ്പിക് വൈസ് MCQs ഉണ്ട്. 20 മോഡൽ എക്സാംസ് ഉണ്ട്. ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് അവൈലബിൾ ആണ്.
അപ്പം എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.